390 കുട്ടിച്ചാത്തന്മാരും വിഷ്ണുവായ സ്വാമിയും ഭുവനേശ്വരി ദേവിയും അയ്യപ്പനും ഗണപതിയും മുരുകനും രക്ഷസും ഒക്കെ കുടികൊള്ളുന്ന തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു തീർത്ഥാടന യാത്ര. അപ്പം എല്ലാവർക്കും മിനി വേൾഡിൻ്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ തൃശ്ശൂർ ജില്ലയ്ക്ക് പോകുന്നത് രാവിലെ 6:20 എത്തുന്ന പാലരുവി എക്സ്പ്രസ്. രാവിലെ 6:20 ആകുമ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെത്തും. അപ്പോൾ അതിനാണ് നമ്മൾ പോകുന്നത്. ഇതാണെങ്കിൽ രാവിലെ 6:20 പുറപ്പെട്ടാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തും. മറ്റേ ആണെങ്കിൽ ഇത് കഴിഞ്ഞൊരു വേനാടുണ്ട്. 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു വേനാടുണ്ട്. ആ വേനാടിന് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 10:45, 11 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കും. കാരണം പിന്നെ അവിടെ നിന്നും ട്രാവൽ ചെയ്യണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലത്തെ 6:20 ഈ ഒരു ട്രെയിനിൽ കയറി തൃശ്ശൂരേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മളൊരു ഓട്ടോ പിടിച്ച് പോകാനാണ് പ്ലാന്. നമ്മൾ അറിയാൻ സാധിച്ചത് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ച് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകും. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ശേഷം തൃപ്രയാർ റൂട്ടിലേക്കുള്ള ബസ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അതിനടുത്ത് തന്നെയാണ് തൃപ്രയാർ രാമസ്വാമി ക്ഷേത്രം. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അപ്പോൾ അതിനടുത്തായിട്ട് തന്നെയാണ് ഇത് നമ്മൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പം അവിടെയായിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചു പോകുന്നു. നമ്മൾ ഓട്ടോ പിടിച്ചു. ഓട്ടോയിൽ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ തൃശ്ശൂരിലെ ടൗൺ മൊത്തം ഒന്ന് ഓട്ടോയിൽ കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കുകയാണ്. മഞ്ഞ ഓട്ടോ കണ്ട. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ. അവിടെ ഒരു ബസ് വന്ന് നിൽക്കുന്നു. ഒരു പിന്നെ ഇങ്ങനെ പറഞ്ഞു അറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ ഓട്ടോയ്ക്ക് കയറി. ഇനിയിപ്പം ബസ് സ്റ്റാൻഡ് വരെ എന്തായാലും പോവുകയാണ്. റിസ്ക് എടുക്കുന്നില്ല. അതിലെന്ത് എഴുതിയത് വായിക്കാൻ പറ്റിയില്ല. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ബസ് സ്റ്റോപ്പാണല്ലോ, നിറയെ ബസ് സ്റ്റോപ്പുകളുണ്ട്. എന്തായാലും ഓട്ടോ പിടിച്ചു. ഓട്ടോയിൽ നമുക്കൊന്ന് തൃശ്ശൂർ മൊത്തം ഒന്ന് കറങ്ങാം. എറണാകുളമൊക്കെ പോലെ തന്നെ ഒരു ടൗൺ ഏരിയ തന്നെയാണ്. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ, പഴയ കടകൾ. KSRTC ബസ് അതുവഴി ഉണ്ടോ എന്ന് അറിയത്തില്ല. പ്രൈവറ്റ് ബസ്സിൽ നിന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അധികം പരിചയമില്ല. ആൾക്കാരോട് ചോദിച്ചാൽ പോകുന്നത്. നൈസ് ബിൽഡിങ്. പെരിങ്ങോട്ടുകര സ്ഥാനം നമുക്ക് ഒരു കേട്ടറിഞ്ഞ് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അടിപൊളി ഇതൊക്കെയാണെന്നാണ് പറഞ്ഞത്. അടിപൊളി ഒരു കൺസ്ട്രക്ഷൻ ആർക്കിടെക്ചർ ബിൽഡിങ്സ് ഒക്കെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. റോഡ് വഴി കാണണം മൊത്തം. മെയിൻ റോഡ്
ഇതുപോലെ ഒരു സാധനം നമ്മുടെ കോട്ടയം ജില്ലയിലുണ്ട്. എന്തോ അത് തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞത് ഇതല്ല, എനിക്കറിയാം തൃശ്ശൂർ റൗണ്ട് ഇതല്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ വോക്ക് വേ ഒക്കെ ആണല്ലോ, പർപ്പസിൽ അതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഇങ്ങനെ സാധനമുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല, അതൊന്നും അവർക്കും അറിയത്തില്ല. ഇത് കുഴപ്പമില്ല, കൊള്ളാം. തൃശ്ശൂർ അമ്പലിക്കാൻ പറ്റിയില്ല. യെസ്, നമ്മളങ്ങനെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ. ഓക്കെ, തൃശ്ശൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പ്രയാറയിലേക്കുള്ളൊരു ബസ് നോക്കി ദേവസ്ഥാനം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. അങ്ങനെ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറി ഇനി തൃപ്രയാറിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. തൃപ്രയാർ കയറാനുള്ള സമയമില്ല നമുക്ക്, രണ്ടിടത്തൂടെ കയറാൻ പറ്റത്തില്ല. തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് തൃപ്രയാർ കയറുന്നില്ല, വേറെ ദിവസം കയറും. ഇന്ന് നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ നമ്മുടെ തിരിങ്ങോട്ട് ദേവസ്ഥാനം. അങ്ങനെ ബസ്സിൽ നമ്മൾ തിരുമല ദേവസ്ഥാനത്തിന് അടുത്തായിട്ടൊരു ജംഗ്ഷൻ ഇറങ്ങി. ഒരു ചേട്ടനാണ്, ഫ്രണ്ടിൽ പോകുന്ന ആ ചേട്ടനാണ് ഞങ്ങളവിടെ പിടിച്ചിറക്കിയത്. നമ്മളങ്ങനെ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ജംഗ്ഷനിൽ നിന്നൊരു 100-200 മീറ്റർ നടക്കാനുണ്ട്, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഞങ്ങൾ നടന്നു. ഇതാണ് ആ മടം തോന്നുന്നു, വെള്ള ക്ഷേത്രം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുകയാണ്. ആ വാട്ടർ എന്തോ പണിയാണ്, ഉയരങ്ങളായിരിക്കും കാറ് ചെയ്തത്. എന്നൊരു അമ്പലമാണ് നോക്കി, സൂപ്പർ. നമ്മുടെ ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ പോലെ ഉണ്ട്. ജൈഗാൻറ്റിക് സാധനം നോക്കി. രാത്രിയിലൊക്കെ എന്തോ ആയിരിക്കും എൻ്റെ അകത്ത്. സൂപ്പറാട്ടോ. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി, ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയി കേട്ടോ. പിന്നെ ഇത് ഫുള്ള് ഗോൾഡ് പ്ലേറ്റഡിൽ ഉള്ള ഒരു ഭയങ്കര റിഫ്ലക്ഷനും ലൈറ്റിങ്ങും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേനും കണ്ണ് തള്ളിപ്പോയി. വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആംബിയൻസിലൊരു ക്ഷേത്രം കാണുന്നത്. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല ഗൈസ്. അടിപൊളിയാണ്, അടിപൊളി. ഞങ്ങൾ വന്നിറങ്ങിയപ്പം തിരക്ക് അധികം ഇല്ലായിരുന്നു, എന്നാലും ആൾക്കാരുണ്ട്. നമ്മൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന പോലെയല്ല, നല്ല തിരക്കൊക്കെ ഉണ്ട്. വാവ്, ഫുള്ള് ലൈറ്റിംഗ് ആണ്. എന്തോ ലൈറ്റിംഗ് ആണെന്ന് നോക്കി, ഇഷ്ടംപോലെ ലൈറ്റിംഗ് ആണ്. പിന്നെ ഇത് അറിയാൻ കഴിഞ്ഞത്, നമ്മളൊരു നോർമൽ ക്ഷേത്രം പോലെയല്ല, ഇതൊരു മഠത്തിന് കീഴിലുള്ളൊരു ക്ഷേത്രമാണ്. കണ്ടതാണ് നമ്മുടെ വിഷ്ണുമായ സ്വാമികൾ. ഇതെന്ന് പറയുന്നത് ഒരു കുടുംബം കൊണ്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ആ ഒരു കുടുംബത്തിൻ്റെ 5ാം തലമുറ വേലുമുത്തപ്പൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആൾ ആണ് നമ്മുടെ ഭുവനേശ്വരി ദേവിയുടെ ഉപദേശം അനുസരിച്ച് നമ്മുടെ വിഷ്ണുമായ സ്വാമികളെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷം അവർ പൂജിച്ച് കൊണ്ടുപോകണം. പിന്നെ 390 കുട്ടിച്ചാത്തന്മാരുമുണ്ട്. അപ്പം ചെറിയ ചാത്തൻ സേവ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ദുഃഖങ്ങളും ഒക്കെ പരിഹാരം കണ്ടെത്തി തരും. പിന്നെ ഇതിനടുത്തായിട്ടൊരു രക്ഷസുണ്ട്. ആ രക്ഷസിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വാസ്തു സംബന്ധമായ വീടുപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിത്തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുമായിരുന്നു. തിരുവാതിര കളിയും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തിരുവാതിര കളിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകതരം റിച്വൽസാണ് ഇവിടുത്തേത്. മിക്കവരും ഷർട്ടൊന്നും മൂടിയിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബോർഡൊന്നും കണ്ടില്ല. മിക്ക അമ്പലത്തിലും അങ്ങനെയൊക്കെ എഴുതി വെക്കാറുണ്ട്. ഇതാണ് ഭുവനേശ്വരി ദേവിയുടെ വാസസ്ഥലം. ഭുവനേശ്വരി ദേവിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ്. പിന്നെ ബാക്കിലായിട്ട് നമുക്ക് ഗണപതിയെ കാണാം. ആണ് ഗണപതി ഭഗവാന്റെ വാസസ്ഥലം. എല്ലാം ഒരു ഗോൾഡ് ലൈറ്റഡ് സാധനമാണ്. കിടില്ല ലൈറ്റിംഗ് ഉണ്ടോ റൂഫിങ്ങിൽ. ഓഹ് മൈ ഗോഡ്, മൈൻഡ് ബ്ലോയിങ്. ഇത് നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രമാണ്. കണ്ടോ, അയ്യപ്പ ധർമ്മശാസ്താവ്, സൂപ്പർ. അപ്പോൾ അത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമായിരിക്കും. അതെ,
മുരുകൻ്റെ ക്ഷേത്രമാണ്. സുബ്രഹ്മണ്യ കിടുവാണ് കേട്ടോ, കിടു. ഇവിടെ വന്നിട്ട് ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കലാണ്. പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ്. ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ക്യാമറയിലായിരുന്നു. അടിപൊളി കേട്ടോ, ലൈറ്റിങ്ങൊക്കെ കിടുവാണ്, ഒരു രക്ഷയില്ല. അതിനപ്പുറത്തായിട്ട് തന്നെ ഇതിന് വലതുവശത്തായിട്ടൊരു വലിയ ഹോളുണ്ട്. ഇടതാണോ ഇടതുവശത്ത് സൈഡിലായിട്ടൊരു ഹോളുണ്ട്. കിടുവാണ്. ഓ, ഇതെനിക്ക് തോന്നുന്നു അവരുടെ വീടൊക്കെ ആയിരുന്നു തോന്നുന്നു. ഇല്ലമായിരുന്നെന്ന് തോന്നുന്നു. മൈൻഡ് ബ്ലോയിങ് കേട്ടോ. അപ്പോൾ അത് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ അവരിങ്ങനെ റിനോവേറ്റ് ചെയ്തെടുത്തതാണെന്ന് തോന്നുന്നു. കണ്ടോ, ഡോറൊക്കെ കണ്ടോ, ഒരു വീടിൻ്റെ ഒരു ലുക്കിലുള്ള സാധനമാണ്. എന്നാ നോക്കി ആ സ്കൾപ്ചർ, ആ പില്ലർ കണ്ടോ, പില്ലർ, ഗോൾഡൻ പില്ലർ, എന്നാലും ഗോൾഡ് പെയിൻറ്റ് ചിലവായിക്കണം. അടിപൊളി. നോക്കി ടൈലൊക്കെ ഇട്ട് എന്നെ സെറ്റപ്പാന്ന് നോക്കിയാൽ ടൈലിൻ്റെ ഗ്ലേസിങ്, ആ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. കളർ കോഡ് ഭയങ്കരമായിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പിനേഷൻ. ഇത് കണ്ടോ, ഇവിടുത്തെ ആ ഒരു കഥ ഇവർ സ്കൾപ്റ്റ് ചെയ്ത് ഓരോ ഭിത്തിയുടെ സൈഡിലായിട്ട് സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, വേലുമുത്തപ്പൻ്റെ ആയുധ വിദ്യ അഭ്യസിക്കുന്ന ഒരു സ്കൾപ്ചറാണത്. കണ്ടോ, മൈ ഗോഡ്. കണ്ടോ, ഓരോന്നിൻ്റെയും ആ ഒരു സ്കൾപ്ചർ കണ്ട് നമുക്ക് അവിടുത്തെ ആ ഒരു കഥ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഭുവനേശ്വരി ദേവി വേലുമുത്തപ്പനെ അനുഗ്രഹിക്കുകയെന്ന് തോന്നുന്നുണ്ടോ. ആ ഒരു ഗ്രാമത്തിൽ കുറേ കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോഴാണ് വേലുമുത്തപ്പൻ്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് ഇതുപോലെ ശ്രീ വിഷ്ണുമായ സ്വാമി എന്ന് പറയുമ്പോൾ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും ദിവ്യപുത്രനാണ്. ഉണ്ടോ, ദേവിയുടെ ഉപദേശപ്രകാരമാണ് ഇവിടെ ഈ അമ്പലം വേലുമുത്തപ്പൻ നിർമ്മിക്കുന്നതെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റോറിയും അറിയാൻ പറ്റും, സ്കൾപ്ചറും കാണാൻ പറ്റും, എല്ലാം രണ്ടും നടക്കും. കണ്ടോ, അടിപൊളിയാണ്. ഗണപതി ഇവിടെ ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത്. നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത്. കണ്ടോ, എന്നാ നോക്കിക്കേ. ഇതുപോലെ ഓരോ നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആൾക്കാർ എന്താണ് ഇതുപോലത്തെ അടിപൊളി സ്കൾപ്ചറൊക്കെ ചെയ്താണ് നമ്മൾ അമ്പലങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ആംബിയൻസിൽ നല്ലൊരു പുതിയൊരു അമ്പലം. എനിക്ക് തോന്നുന്നു ഇപ്പം കൺസ്ട്രക്ട് ചെയ്യുന്ന അമ്പലമൊക്കെ ഒരു മോഡേൺ ടച്ചിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലേ? ശ്രദ്ധിച്ചാൽ മതി, മോഡേൺ ടച്ചിലാണ് മിക്ക അമ്പലങ്ങളും കൺസ്ട്രക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൊക്കെ പോലെ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പോലൊക്കെ ചെയ്തേക്കുന്ന അമ്പലങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ബ്ലോഗ്സിലൊക്കെ കാണാറുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഇത് നമ്മുടെ ആ ഒരു പഴയ ട്രഡീഷണലി കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്ടിരിക്കുന്നു. എന്തായാലും മൈൻഡ് ബ്ലോയിങ് ഒരു എക്സ്പീരിയൻസ് ആണ്. വന്ന് ഇതിവിടെ എല്ലാ വിശ്വാസികൾക്കും കയറാവുന്നതാണ്. പറയാൻ സാധിച്ചത് ഇന്ന വിശ്വാസികളൊന്നുമില്ല, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ക്യാമറയൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ പോയി അങ്ങനെ വീഡിയോ എടുക്കുന്നതിലൊന്നും പ്രശ്നമില്ലെന്നാണ് കരുതുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ടൈം ഷെഡ്യൂള്. ഉണ്ടോ, ഡെയിലി റൊട്ടീനെ പൂജാസ് എല്ലാം ഉണ്ട്. പോസ്റ്റ് ചെയ്തിട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളീസിനെക്കാട്ടിലും കൂടുതൽ തമിഴ്, തെലുങ്ക് ആൾക്കാരെ ഞാനിവിടെ കാണാൻ സാധിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു അവർക്കത് ഇടയിലാന്ന് തോന്നുന്നു ഇതിന് ഭയങ്കര പ്രസക്തിയുള്ളത്. ഇത് വേണേലും ഇവിടെ ആർക്ക് വേണേലും വന്ന് നമ്മുടെ വിഷ്ണുമായ സ്വാമികളെ പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ ആംബിയൻസ് കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. മൈൻഡ് ബ്ലോയിങ് ആണ്. ഇപ്പോൾ തിരക്ക് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്താണ് ഒരു
പൂജകൾ, ഇവിടെ ഒരു പ്രത്യേകതരം പൂജയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ സങ്കടങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. എഴുതി കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ഒരു സ്വാമിയുണ്ട്, ഇവിടുത്തെ 5ാം തലമുറ എങ്ങാണ്ടാന്ന് തോന്നുന്നു, 5ാം തലമുറയിൽപ്പെട്ട ഒരു സ്വാമി വന്നിട്ട് ഇതിന് വേണ്ട പ്രതിവിധികളെല്ലാം പറഞ്ഞു തരും. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളൂടെ കാണും. അത് ഇവിടുത്തെ ആ സ്വാമിയുടെ ഭാഷയിലാണ് പറയാറ്. അങ്ങനെ ഒരു റിച്വലുണ്ട് ഇവിടെ. ഇതൊക്കെ അവിടുത്തെ ഒരു ഓരോ ഗസ്റ്റുകളൊക്കെ വന്നതിൻ്റെയൊക്കെ ആയിരിക്കും, നമുക്കറിയത്തില്ല. എന്തോ ആണെങ്കിലും ഈ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഒരു ആർക്കിടെക്ചർ ബ്രില്യൻസ് അന്യായം, മൈൻഡ് ബ്ലോയിങ്. ഈ ഒരു ഹാൾ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പം നല്ലൊരു തണുപ്പൊക്കെ ആയിരുന്നു. നല്ലൊരു ഫീലാണ് കേട്ടോ, അന്യായ ഫീലാണ്. നമ്മൾ ക്യാമറ വെക്കുന്നിടത്തെല്ലാം ഇടില്ല സ്ഥലമാണ്. നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ നല്ല ഫ്രെയിം കിട്ടുന്നൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ അതിനകത്ത് ലൈറ്റിംഗ് ആണ് കേട്ടോ. സ്ട്രിപ്പ് ലൈറ്റ് പോലത്തെ ലൈറ്റിംഗ് കൊടുത്തേക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിന് നല്ലൊരു, ക്ഷേത്രത്തിന് നല്ലൊരു ആംബിയൻസ് കൊടുക്കുന്നതാണ്. ഇനി ഹോൾ എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിച്ചത്, ഇതുപോലെ തൃപ്രയാർ ഉത്സവം നടക്കുമ്പോഴത്തേനും ആന എഴുന്നള്ളത്തുണ്ടല്ലോ. അപ്പോൾ ആന എഴുന്നള്ളത്ത് വരുമ്പോഴത്തേനും ഈ ആന ഇവിടെ ഇതുവഴിയാണ്, ഈ അമ്പലത്തിലും ഇവിടെ കയറിയിട്ടാണ് പോകുന്നതാണ് അറിയാൻ സാധിച്ചത്. പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് എല്ലാം കൊണ്ടും നിറഞ്ഞൊരു അടിപൊളി ക്ഷേത്രമാണ്. പ്രാവൊക്കെ ഉണ്ട്, എല്ലാ ക്ഷേത്രത്തെ പോലെ പ്രാവൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ ഓടിക്കളിക്കുക ഉണ്ട്, പിള്ളേരൊക്കെ ഓടിക്കളിക്കുക ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു കോമ്പൗണ്ട്, നമ്മുടെ ഓപ്പണായിട്ടുള്ള കോമ്പൗണ്ട് ഇവിടെ കുറവാണ്. അതൊരു ആയിട്ട് തോന്നി, പക്ഷേ എന്നാലും നമുക്കത് തോന്നത്തില്ല. മാർബിളാണോ ഗ്രാനൈറ്റാണോ? കുട്ടികളൊക്കെ ഓടിക്കളിക്കാൻ പറ്റുന്നുണ്ടോ? എന്താണെന്ന് നോക്കിയാൽ ഒരു ലുക്ക് കണ്ടോ. ഇത്രയും വലിയ ഇവിടെ ഈ ഗേറ്റൊക്കെ കൊടുത്തേക്കുന്നതിൻ്റെ കാരണം ഇവിടെ എനിക്ക് വന്ന് ആന കയറുമെന്ന് തോന്നുന്നു. ആന ഇവിടെ കയറ്റിയിട്ടാണ്. ആന കയറിയിട്ടൊക്കെ പോകുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ടോ. ഇവിടെ ആന പ്രേറെ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവിടെ ആന വന്ന് കയറി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ട്. അപ്പോൾ കണ്ടതിന് ശേഷമാണ് പോകുന്നത്. ആണെങ്കിലും ഭംഗിയായ കൺസ്ട്രക്ഷനാണ്, ഒന്നും പറയാനില്ല. ഇതുമാണ് ഓരോ സ്ട്രക്ചറാണേലും ഒക്കെ. ഇന്നത്തെ കാലത്ത് പുസ്തകമാണെന്ന് ചോദിച്ചാൽ പുസ്തകമാണ്, 3D പ്രിൻറ്റിങ്ങിൻ്റെയൊക്കെ കാലമാണ്. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതിനെ അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനുള്ള സ്ട്രക്ചേഴ്സുണ്ട്. തമിഴ്നാട്ടിലെ ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് പിള്ളേർ ഫോട്ടോ സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. നമ്മളതിൻ്റെ വെളിയിലോട്ട് വന്നു, അമ്പലത്തിൻ്റെ വെളിയിലോട്ട്. ആദ്യം ഇവിടെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അകത്ത് കയറി നമുക്ക് അറിയത്തില്ലായിരുന്നു അടയ്ക്കുന്നതും തുറക്കുന്നതൊക്കെ നമുക്ക്. അപ്പോൾ അതിന് മുമ്പ് അകത്ത് കയറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് പുറത്ത് ഷൂട്ട് ചെയ്യാം. പുറത്താകാൻ വരുമ്പോഴത്തേനും നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു എന്തോ ഒരു മെയിൻ റോഡ് കണക്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡാണെന്ന് തോന്നി. കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് റോഡാണ്. അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. എപ്പോഴും ഞങ്ങൾ നമുക്ക് തൊട്ടിവിടെ വണ്ടി കഴിഞ്ഞിട്ടില്ല. എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഇതാണ് നമ്മുടെ വ്യൂ. ഇതാണ് നമ്മുടെ വിഷ്ണുമായ ഒരു ശിവൻ്റെയും പാർവതിയുടെയും സ്ട്രക്ചറാണ്. വലിയ സ്ട്രക്ചറാണ് കേട്ടോ. അടുത്തുനിന്ന് നോക്കുമ്പോഴാണ് ആ ബിൽഡിങ്ങിൻ്റെ വലിപ്പമുണ്ട്.
നല്ലൊരു ക്ഷേത്രമാണ്, നല്ലൊരു ക്ഷേത്രം. എപ്പോഴും വണ്ടി പോകുന്നുണ്ട്. ഞാൻ ഈ ക്യാമറയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ക്യാമറയ്ക്കകത്ത് ഒരു വണ്ടി പോലും വരാതിരിക്കത്തില്ല. അടുത്ത വണ്ടി വന്നു. അപ്പം നല്ല തിരക്കുള്ളൊരു റൂട്ടാണ്. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഇവിടെ ക്ഷേത്രകലയൊക്കെ അഭ്യസിക്കുന്നൊരു കൂത്തമ്പലമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മഠത്തിൻ്റെ കീഴിൽ തന്നെ ഒത്തിരി പേർക്ക്, ഒത്തിരി കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഫ്രീ ആയിട്ടും അല്ലാതെ ചാരിറ്റി വൈസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. വിഷ്ണുമായ സ്വാമിയുടെ സ്കൾപ്ചർ ചുറ്റുമാണ് കേട്ടോ. കുറേ ലൈറ്റൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉത്സവം കഴിഞ്ഞതാണോ നടക്കാൻ പോകുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഗരുഡൻ്റെ സ്കൾപ്ചറാണ്. മരത്തിൻ്റെ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. പാർക്കിംഗ് സ്പേസ് ഉണ്ടോ? ഇതാണ് കേട്ടോ. ഇതാണ് കൂത്തമ്പലം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ക്ഷേത്രകലകൾ ഒക്കെ അഭ്യസിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂത്തമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു മഠത്തിൻ്റെ കീഴിലാണിത്. വീണ്ടും സാന്നിധ്യം ഒരു സ്കൾട്ടിങ്ങായിട്ട് കയറി പിടിച്ച് ബിൽഡിങ് മൊത്തം ആക്കിയിട്ടുണ്ട്. മൊത്തം സ്കൾട്ടിങ് ബിൽഡിങ്സാണ്. കൂത്തമ്പലമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി അസലൊരു തമിഴ്നാട് ആ ഒരു അങ്ങോട്ടൊക്കെ പോകുമ്പോഴൊരു ക്ഷേത്രങ്ങളുടെ ഒരു ശൈലിയാണ് ഇതിനുള്ളത്. ഗരുഡൻ്റെ സ്കൾപ്ചറുകൾ കണ്ടോ? സൂപ്പറാണ്. ഇപ്പോൾ ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത്. എനിക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ വന്ന ഭക്തജനങ്ങളുടെ ആയിരിക്കും. പിന്നെ ഇവിടെ പഠിക്കാൻ വരുന്നത് ഇന്ന് പക്ഷേ തുറന്നൊന്നും കണ്ടില്ല, കുട്ടികളൊന്നും കണ്ടില്ല അങ്ങനെ പഠിക്കുന്നതായിട്ട്. ഇതിനകത്തായിരിക്കും പഠിക്കുന്നതൊക്കെ. ആണെങ്കിലും നല്ലൊരു ക്ഷേത്രമാണ്. കണ്ടോ ഗരുഡൻ്റെ സ്കൾപ്ചർ. അവിടെ ഒരു നന്ദി ഇരിപ്പുണ്ട്. നന്ദിയാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് പാലാഴി മർദ്ദനമാണെന്ന് തോന്നുന്നു. പാലാഴി മർദ്ദനം ഉണ്ടോ? സൂപ്പർ. ലൈറ്റൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് ഇവിടെ നേരത്തെ ഉത്സവങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കണം. ഉത്സവങ്ങൾ കഴിഞ്ഞുള്ള സമയമായിരിക്കും നമ്മൾ വന്നത്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എന്തോ ഒരു വണ്ടികൾ ഇതുവഴി പോകുന്നത് നോക്കി. നന്ദിദേവൻ്റെ ഒരു ഭക്തനാണെന്ന് തോന്നുന്നു. ഒരു പ്രതിമയാണെന്ന് തോന്നുന്നു. ഇത് കാണാം. അതിൻ്റെ പുറകിലായിട്ട് തന്നെ ഒരു പുറകിലായിട്ട് തന്നെ ഒരു ദേവസ്ഥാനം, കലാപീഠം. ഓക്കെ, കൂത്തമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കലകളൊക്കെ അഭ്യസിപ്പിക്കുന്നുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. കാരണം കുളമൊക്കെ ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒരു കുളമൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു ഓപ്പൺ സ്പേസിലൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയിട്ടൊരു സ്ഥലമാണ് തോന്നുന്നു. ഓപ്പൺ സ്പേസിലൂടെ ആയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഭയങ്കര അങ്ങേറ്റായി
കഴിഞ്ഞ് പിന്നെ നമുക്ക് നേരിട്ട് വന്ന് കണ്ടാലേ നമുക്കതിനെ ഒരു വലിപ്പമൊക്കെ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ തിരുവല്ലയ്ക്ക് ട്രെയിൻ കയറുകയുണ്ടായി. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ. നല്ലൊരു വേറിട്ടൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കാണുന്നത് കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭയങ്കര മൂടലാണ്. ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അടിപൊളി മൂവ്മെൻ്റ് കേട്ടോ. പക്ഷേ ഇത്ര മൂടലായത് പൊളി, എന്തായാലും പൊളിയായിരുന്നു. എൻ്റെ ക്യാമറയിൽ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു വീഡിയോ കിട്ടുന്നത്. എന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി ഒരു ഷോട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. കാരണം ഇതുപോലുള്ള വീഡിയോസ് ഇനി ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ, സീ യു സൂൺ.